സ്വാഗതം, വെൽക്കം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സതുദ്ദേശം ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ഈ വീഡിയോയിൽ പ്രതിപക്ഷം എന്നാൽ എന്ത് എന്ന ഒരു ചെറിയ ചോദ്യമാണ് നമ്മുടെ പരിഗണനയ്ക്ക് വിധേയമാക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഭാരതത്തിൽ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ആശയമാണ്, ഒരു പ്രതിഭാസമാണ് പ്രതിപക്ഷം എന്നുള്ളത്. പ്രതിപക്ഷം, ഓപ്പോസിഷൻ എന്നുള്ളത്. അതിനെ വളരെ എന്താണ് പറയുന്നത്, നെഗറ്റീവായി എന്തിനേയും എതിർക്കുക എന്ന ആശയത്തിലാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കി വരുന്നത്. അത് വളരെ ദൗർഭാഗ്യപൂർണമാണ്, അർത്ഥശൂന്യമാണ്, യാതൊരു വിധത്തിലും മനുഷ്യന് നന്മ ചെയ്യാൻ സാധ്യമല്ലാത്ത ഒരു നിലപാടും കാഴ്ചപ്പാടുമാണ്. ജനാധിപത്യത്തിൽ പ്രതിഷേധത്തിനും പ്രതിരോധനത്തിനും വലിയ പ്രാധാന്യമുണ്ട്, പ്രതിപക്ഷത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പം നമ്മുടെ അവസ്ഥ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്, സാധാരണ സ്ട്രീറ്റിലെ ആളുകളല്ല, മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് പുരോഗമിച്ചപ്പോൾ ചെന്നപ്പോൾ അത് പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ കാര്യങ്ങൾ അറിയിക്കാനായിട്ട് പോയതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ തടഞ്ഞു നിർത്തുകയും ഓപ്പോസിഷൻ ആയിരിക്കുന്ന രാഹുൽ ഗാന്ധി, അതായത് ജനാധിപത്യത്തിൽ പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടേണ്ടത് പ്രതിപക്ഷ നേതാവിന് തന്നെയാണ്. ഇംഗ്ലണ്ടിൽ അങ്ങനെയാണ്. ഇംഗ്ലീഷ് പാർലമെന്ററി മോഡലാണ് ഒട്ടുമുക്കാലം നാം സ്വീകരിച്ചിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ഹോം മിനിസ്റ്റർ അല്ല, ലീഡർ ഓഫ് ദി ഓപ്പോസിഷനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ആ ലീഡർ ഓഫ് ദി ഓപ്പോസിഷനെ, പ്രതിപക്ഷ നേതാവിനെ തെരുവിലിട്ട് ചവിട്ടുകയും വലിക്കുകയും മോന്തയ്ക്കിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രതിപക്ഷം എന്നാൽ എന്താണെന്ന് പ്രതിപക്ഷത്തിന് അറിഞ്ഞുകൂടാ. ജനാധിപത്യത്തിൽ പ്രതിഷേധത്തിൻ്റെ മൂല്യം എന്താണെന്ന് ഭരിക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഏറ്റവും ആദർശപരമായ ജനാധിപത്യ വ്യവസ്ഥയാണ് ഭാരതത്തിലേതെന്ന്, ഒരു മെച്യൂർ ഡെമോക്രസിയാണ് എന്ന് നാം പൊട്ടിഘോഷിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രതിരോധം എന്ന ആശയത്തെ ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് അല്പം വളരെ വളരെ ലളിതമായ ഒരു ശ്രമം നടത്താം. ഇപ്പോൾ അതിന് സഹായമായ ഒരു സാഹചര്യം നമ്മുടെ ഒച്ചതിലുണ്ട്. അതായത് പാറ്റ BJP, കോക്രോച്ച് ജനതാ പാർട്ടി. ഈ കോക്രോച്ച് ജനതാ പാർട്ടി ആകസ്മികമായി ഉടലെടുത്ത ഒരു പാർട്ടി പോലുമല്ല എങ്കിലും അത് ഭാരതത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ അവസ്ഥ ഉളവാക്കുന്നതിൽ നന്നേ വിജയിച്ചിരിക്കുന്നു എന്നൊരു യാതൊരു സംശയമില്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, എത്രയോ ദൂരങ്ങളിൽ നിന്നാണ് പെൺകുട്ടികൾ പോലും ഏകരായി വന്ന് ഡൽഹിയിൽ ജന്തർ മന്തർ കേന്ദ്രീകരിച്ചുള്ള ഈ സമര പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അവർ എത്രയോ അച്ചടക്കത്തോടു കൂടെയാണ് അതിൽ തുടരുന്നത്. ചിലർ കലകളിൽ കൂടെ, അവരുടെ കലാബോധത്തിൽ കൂടെ അത് അവതരിപ്പിക്കുന്നു. ഇന്നലെ ഞാൻ കണ്ടൊരു ദൃശ്യം, ഒരു പെൺകുട്ടി ഒരു വധുവായി അണിഞ്ഞൊരുക്കപ്പെട്ട് ഈ ജന്തർ മന്തർ പ്രൊട്ടസ്റ്റ് സൈറ്റിൽ വരുന്നതാണ്. അപ്പം അവളെ മാധ്യമ സുഹൃത്തുക്കൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവൾ പറഞ്ഞത്, ഒരു യുവതിയായ എനിക്ക് ഭാരതത്തിലെ കോടിക്കണക്കിന് യുവതീയുവാക്കന്മാരെ പോലെ ആയിരിക്കുന്ന എനിക്ക് ഒരു ഭാവിയുമില്ല. അതുകൊണ്ട് കല്യാണം കഴിച്ചെങ്കിലും ജീവിതം മുൻപോട്ട് കൊണ്ട് ഒക്കുമോ എന്നന്വേഷിച്ചാണ് ഞാനിവിടെ വന്നത്. അതായത് വിവാഹം ചെയ്യാൻ ചെറുക്കനില്ലാതെ ഒരു വധുവായി അണിഞ്ഞൊരുങ്ങി ഒരു സമരമുഖത്ത് വരുന്ന ഒരു പെൺകുട്ടി അവരുടെ കലാബോധത്തിൽ കൂടെ അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഉടലെടുക്കുന്നതിന് മുൻപ് അങ്ങനെ ഒരു സാധ്യതയോ അങ്ങനെ ഒരു വികാരമോ അങ്ങനെ പ്രത്യാശ നിറഞ്ഞ ഒരു ചുവടുവയ്പ്പോ ആ പെൺകുട്ടിയുടെ ഉള്ളിൽ മാത്രമല്ല, ഈ പറയുന്ന ആരുടെയും ഉള്ളിൽ ഉണ്ടാകുമായിരുന്നില്ല. കാരണം
നമ്മൾ ഏതാണ്ട് പ്രത്യാശ ഒട്ടുമുക്കാലും കൈയൊഴിഞ്ഞൊരു സാഹചര്യത്തിലാണ്. ഏതാണ്ട് സ്വർഗത്തിൽ നിന്ന് ആകാശത്തിൽ നിന്നൊരു ഇടപെടൽ നടന്നതുപോലെ ആരും കണക്ക് കൂട്ടാതെ ഒരു കോക്രോച്ച് BJP ഇവിടെ ഉടലെടുത്തു. ആ ഒരു ആരംഭത്തിൽ കൂടെ, മനുഷ്യന്റെ ബുദ്ധിയിൽ ഒതുങ്ങാത്ത ഒരാരംഭത്തിൽ കൂടെ, മനുഷ്യന്റെ കണക്കൂട്ടലിന് അതീതമായ ഒരാരംഭത്തിൽ കൂടെ സംഭവിച്ച ഈ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഈ രാജ്യത്തുള്ള അനേകം ആളുകളുടെ മനസ്സിൽ ഉണങ്ങി വരണ്ട് നിർജീവമായ ശവം പോലെ ഇരുന്ന നല്ല നല്ല വികാരങ്ങളും തിരിച്ചറിവുകളും ഇതാ വീണ്ടും ശ്വാസം എടുത്തു തുടങ്ങിയിരിക്കുന്നു, വീണ്ടും ശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൽ ജീവന്റെ അംശങ്ങൾ ഉണർത്തെഴുന്നേൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ വേറൊരു ഉദാഹരണം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇത് ജാർഖണ്ഡിലുള്ള ഒരു പോലീസുകാരൻ, അദ്ദേഹത്തിൻ്റെ പേര് ഷേർ സിംഗ് എന്നാണ്. അദ്ദേഹം ഒരു സാധാരണ പോലീസുകാരൻ, ജാർഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളൊരു പോലീസുകാരൻ, യുവാവാണ്. അവൻ്റെ മുൻപിൽ ഒരു കുറഞ്ഞ പക്ഷം 30 വർഷത്തെ സർക്കാർ സർവീസുണ്ട്. അതെല്ലാം ഉപേക്ഷിച്ചിട്ട് യുവക്കന്മാരുടെ നേരെ ഈ കാടത്തരം കാണിക്കുന്ന സർവീസിൽ എനിക്ക് ഇരിക്കണ്ട എന്ന് പറഞ്ഞ് ജോലി ഉപേക്ഷിച്ച് കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹം ഡൽഹിയിലെത്തിയിരിക്കുന്നു. ഷേർ സിംഗ്, അത് നിങ്ങളൊന്ന് കണ്ടിട്ട് നമുക്ക് ചില കാര്യങ്ങൾ കൂട്ടും. शेर सिंह जी उत्तराखंड पुलिस से इस्तीफा देकर हमारी मूवमेंट में शामिल होना चाहते हैं। और 20 जुलाई को जो हुआ उसके बाद शेर सिंह जी ने जो मुझे कहा कि ऐसी गुंडागर्दी करने से अच्छा, ऐसे गुंडों की हिफाजत करने से अच्छा है मैं यहाँ पर बच्चों की हिफाजत करूँ। അപ്പോൾ ഇതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം. വാസ്തവത്തിൽ ഇതാണ് പ്രതിരോധം, പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന ആശയം കൊണ്ട് ഉണ്ടാകേണ്ടത്. ഭരണം കൈയാളുന്ന ആളുകൾ, ഭരണത്തിൻ്റെ ചക്രം തിരിക്കുന്ന ആളുകൾ, വലിയ വലിയ പദവിയിലിരിക്കുന്ന ആളുകൾ അവരുടെ മനുഷ്യത്വം കൈവിടിഞ്ഞ് മൃഗീയമായ വികാരങ്ങൾ താല്പര്യം കൊണ്ട് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ലോർഡ് ആക്ടൺ എന്ന് പറഞ്ഞ വലിയ ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ചിന്തകൻ പറഞ്ഞത്, ഓൾ കറപ്റ്റ്സ് ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട് പവർ ആബ്സല്യൂട്ട്ലി. എവിടെയൊക്കെ അധികാരം ആളുകൾ കൈയാളുന്നുണ്ടോ അവരൊക്കെ ധാർമ്മികമായി അധപ്പതിച്ചു പോകും. അധികാരത്തിൻ്റെ മൂർച്ച കൂടുന്തോറും അവിടെ ധാർമ്മികമായ പതനത്തിൻ്റെ ഭീകരത്വവും കൂടും എന്ന് പറഞ്ഞത് വളരെ അച്ചട്ടാണ്. അപ്പോൾ കസേരയിലിരിക്കുന്ന ആളുകൾ, അധികാരം കൈയാളുന്ന ആളുകൾ, അവർ മൃഗീയമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നത് ചരിത്രം നമ്മെ അറിയിക്കുന്ന യാഥാർത്ഥ്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ അതിൽ കൂടെ ആ രാജ്യത്തെ പ്രജകളുടെ അല്ലെങ്കിൽ പൗരന്മാരുടെ മനുഷ്യത്വം വളരെ അധികം അധപ്പതിച്ചു പോകുവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ആ മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യം, മനുഷ്യത്വത്തിൻ്റെ അന്തസത്ത, മനുഷ്യത്വത്തിൻ്റെ നാനാമുഖമായ ഘടകങ്ങൾ നശിച്ചു പോകാതെ അവയ്ക്ക് ജീവൻ പകർന്നുകൊണ്ട് അധികാരത്തിൻ്റെ ഭ്രാന്തിനെ മനുഷ്യത്വത്തിൻ്റെ സമചിത്തതയിൽ അഭിമുഖീകരിക്കുക എന്നതാണ് പ്രതിപക്ഷം എന്ന ആശയം കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. അതെന്തുകൊണ്ടോ നമ്മുടെ ആളുകൾക്ക് മനസ്സിലാകും. ലോകത്തെമ്പാടും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഏതാണ്ട് മറന്നുപോയി കഴിഞ്ഞൊരാശയമാണ് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നാം എന്തിനെയാണ് പ്രതിഷേധിക്കുന്നത്? അതനുസരിച്ച് വേണം ഒരു പ്രതിഷേധം ആവിഷ്കരിക്കാൻ തന്നെ. നാം പ്രതിഷേധിക്കേണ്ടത് അധികാരത്തിലിരിക്കുന്ന വ്യക്തികളെ അല്ല. നാം പ്രതിഷേധിക്കേണ്ടത് അധികാരത്തിൻ്റെ ദുരുപയോഗത്തിൽ കൂടെ ഒരു ജനതയുടെ മനുഷ്യത്വത്തിൻ്റെ അന്തസത്ത രോഗാതുരമാക്കി അതുകൊണ്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്ന കാടത്തരത്തെയാണ് പ്രതിഷേധിക്കേണ്ടത്. അതെങ്ങനെയാണ് പ്രതിഷേധിക്കാൻ സാധിക്കുന്നത്?
ഈ കാടത്തരം കാണിക്കുന്ന കുറുക്കന്മാരെ അല്ലെ വന്യമൃഗങ്ങളെ എതിർത്തത് കൊണ്ട് മാത്രമായില്ല. മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും മഹാത്മ്യമേറിയ അംശങ്ങൾ എടുത്തു കാട്ടുന്നതിൽ, ഉയർത്തിക്കാട്ടുന്നതിൽ നാം എപ്പോഴും വ്യാപൃതരായിരിക്കണം. ഇത് രാഹുൽ ഗാന്ധിക്ക് അല്പം അറിയാമെന്നത് എനിക്ക് ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഓടി നടന്ന് പാവപ്പെട്ടവരെ കാണുകയും മുറിവേക്കുന്നവരുടെ കൂടെ നിൽക്കുകയും നീതി ലഭിക്കാത്തവരുടെ ആളുടെ ശബ്ദമായി തീരുവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത്. വെറുപ്പിൻ്റെ രാഷ്ട്രീയം അതിൻ്റെ അതിപ്രസരിപ്പ് നടക്കുമ്പോൾ സ്നേഹത്തിൻ്റെ കട ഞാൻ തുറക്കാൻ ശ്രമിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് എൻ്റെ മർമ്മം. യഥാർത്ഥത്തിലുള്ള പ്രതിപക്ഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ കസേര എങ്ങനെ ഉറപ്പിക്കാം. ഇപ്പം മമതാ ബാനർജിക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം അവിടെയാണ്. അവരാകെപ്പാടെ ശ്രമിച്ചത് ബംഗാൾ അവരുടെ കോട്ടയാക്കി തീർക്കുകയും അതിൽ അവരുടെ കസേര ഉറപ്പിക്കുവാൻ ഇപ്രകാരം സാധിക്കുമെന്ന് മാത്രം കരുതി പ്രവർത്തിച്ചത് കൊണ്ടാണ് അവർ കടപുഴകി വീണുപോയത്. അത് ചരിത്രത്തിൻ്റെ നീതിയാണ്, അങ്ങനെ സംഭവിച്ചേ മതിയാകുകയുള്ളൂ. എന്നാൽ അതേസമയം തന്നെ പ്രതിപക്ഷം എന്നാൽ എന്താണ് എന്ന ആശയത്തെ മനസ്സിലാക്കി വളരെയധികം അപകടം നിറഞ്ഞൊരു കാലഘട്ടത്തിൽ കൂടി ഒരു രാജ്യം കടന്നു പോകുമ്പോൾ രാജ്യത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും പ്രശ്നമാണെന്ന് മനസ്സിലാക്കുകയും ഈ വ്യവസ്ഥയിൽ കൂടെ മനുഷ്യത്വത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന തകർച്ചകളെ തിരിച്ചറിഞ്ഞ് അവയ്ക്ക് മറുമരുന്നായി, ആൻറ്റിഡോട്ടായി എന്ത് നിലപാടാണ് നാം എടുക്കേണ്ടത്, എപ്രകാരമാണ് ഇടപെടൽ നടത്തേണ്ടത്, ഏതിനെയാണ് നാം എതിർക്കേണ്ടത്. ഉദാഹരണമായിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി പരീക്ഷാ പേപ്പർ ലീക്ക് ചെയ്തതിനെതിരെ ഇങ്ങനെ സമരം നടത്തുന്നു. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ഓപ്പോസിഷൻ പാർട്ടി ഭാരതത്തിലുണ്ടായെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ സഖ്യമായി അതിൻ്റെ അർത്ഥത്തിൽ തങ്ങളുടെ ചുമതല മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവർ ഏറ്റവും ശക്തമായി എതിർക്കേണ്ടിയിരുന്നത് SIR എന്ന പ്രക്രിയയാണ്. ഉദാഹരണമായിട്ട് ബീഹാറിൽ 27 ലക്ഷം ആളുകൾക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടുകൊണ്ടാണ് അവിടെ ഒരു ഇലക്ഷൻ നടന്നത്. ഒരു വിധത്തിലും അനുവദിച്ചുകൂടാത്തൊരവസ്ഥയാണ്. ഒരു പൗരൻ്റെ പോലും അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് ഒരു ഇലക്ഷൻ നടത്താൻ പാടുള്ളതല്ല. 27 ലക്ഷം ആളുകൾ. അങ്ങനെ 27 ലക്ഷം ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോഴുള്ള ഇലക്ഷൻ റിസൾട്ട് ഉണ്ടായത് എന്ന് ന്യായമായി ആളുകൾ സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. ഇത് ജനാധിപത്യത്തിൻ്റെ പരിപൂർണമായ പരാജയമാണ്. അതെന്താണ് ഒരു ഇഷ്യൂ ആകാത്തത്? ആ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഒരു വലിയ അപകടത്തെ ചെറുക്കുവാൻ കൂട്ടാക്കാത്തത്? ഇങ്ങനെ അവകാശ നിഷേധനത്തിന് ഇരയായി തീർന്ന ആളുകൾ ഒട്ടുമുക്കാലും പാവപ്പെട്ടവരാണ് എന്നതുകൊണ്ടാണ് അതൊരു വലിയ പ്രശ്നമല്ലാത്തത്. ഇപ്പം അംബാനിയുടെയോ അദാനിയുടെയോ അവകാശം, എന്തെങ്കിലും ഒരു അവകാശം ഒന്ന് നിഷേധിച്ചിട്ട് ഈ രാജ്യത്ത് ഒരു ഇലക്ഷൻ നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അത് സാധ്യമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പം പാവപ്പെട്ടവന് മൗലിക അവകാശങ്ങൾ നിരാകരിച്ചാൽ അത് പ്രശ്നമല്ല എന്നൊരവസ്ഥയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് എന്തായിരിക്കണം? അങ്ങനെയുള്ളൊരു പ്രക്രിയയിൽ പങ്കെടുക്കാതിരിക്കുന്നതല്ലേ ഏറ്റവും നല്ല ഒരു നിലപാട്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, പ്രതിപക്ഷത്തിൻ്റെ കടമ എന്താണ്? ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്രകാരമുള്ള ഒരു ഇടപെടൽ നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ സഖ്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന നിലപാടുണ്ടാകുമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രമാത്രം ജനങ്ങൾ അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി മുൻപോട്ട് വന്നാൽ ഞങ്ങൾ അവരെ ചാരി നിന്നോളാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഭാരതത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ബലഹീനരായി ചാഞ്ഞ് വളഞ്ഞ് ഒടിഞ്ഞ് വീണുപോയി എന്നതാണ് ഈ എന്നെപ്പോലെയുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നത്.
എത്രയോ എത്രയോ വലിയ വലിയ സംഭവങ്ങൾ, അവസ്ഥകളിൽ കൂടെ നാം കഴിഞ്ഞ 10 വർഷം കടന്നുപോയി. ഒരു സാഹചര്യത്തിൽ പോലും ഒത്തൊരുമിച്ച് ഈ സാഹചര്യങ്ങളിലൊക്കെയും അടങ്ങിയിരുന്ന മനുഷ്യത്വത്തിൻ്റെ മൂല്യങ്ങളിൽ ശ്രദ്ധയർപ്പിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാം മറന്ന് പ്രവർത്തിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് വളരുവാൻ ഭാരതത്തിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. മോദിയോ ഷായോ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഒരു രാജ്യത്ത് പ്രതിപക്ഷമില്ല എങ്കിൽ പിന്നെ അവിടെ ജനാധിപത്യം ഉണ്ടാകുകയില്ല, അവിടെ സ്വച്ഛാധിപത്യം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ആ സ്വച്ഛാധിപതികളെ ചിന്തിക്കുകയും പ്രവർത്തിക്കുന്ന ആളുകളെ മാത്രം കുറ്റം പറഞ്ഞാൽ ഒരു വിധത്തിലും അത് മതിയാകുന്നതല്ല. അത് വഴിയൊരുക്കുന്ന ആളുകൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ അറിഞ്ഞോ അറിയാതെയോ വളം വെച്ചു കൊടുക്കുന്ന ആളുകളും തുല്യമായി അതിൽ പങ്കാളികളാണ്, കുറ്റവാളികളാണ് എന്നതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ ഉള്ളിൽ മരവിച്ച് കിടക്കുന്ന നല്ല വികാരങ്ങളെ, ആദർശ ബോധങ്ങളെ ഉണർത്തുവാൻ തക്കവണ്ണം ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ, ഏറ്റവും അടിസ്ഥാനപരവും പരിപാവനവുമായ കടമയെന്ന് കോക്രോച്ച് പാർട്ടി നടത്തിയ ഇടപെടലിൽ കൂടെ എങ്കിലും ഒന്ന് മനസ്സിലാക്കുവാൻ ഭാരതത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിൽ ഉള്ളവർ എന്ന് പറയും, പല പാർട്ടികളും ഇവിടെയാണോ അവിടെയാണോ, ഒരു കാലം ഇവിടെയാണോ ഒരു കാലം അവിടെയാണോ, രണ്ട് കാലം മേളിലാണോ എന്ന വിധത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ അവർക്ക് കഴിയാതെ പോകും. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കൂടെ 2 കോടി യുവതീവാക്കന്മാർ, 20 മില്യൺ, ഇപ്പോൾ 22 മില്യൺ യുവതീവാക്കന്മാർ ഒരു ഇൻഫോർമൽ NGO പ്രസ്ഥാനത്തോട് ചേർന്ന് ഇത്ര ശക്തമായ പ്രതിഷേധം ഭാരതത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ 1 അല്ല 2 അല്ല 25 ദിവസം 26 ദിവസം എല്ലാ പ്രതികൂലങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നടത്തുകയും നിലനിർത്തുകയും ചെയ്തുവെങ്കിൽ ആ അളവ് വെച്ച് ഇന്ത്യ സഖ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികളെ നിങ്ങളെ അളന്നാൽ നിങ്ങൾക്ക് 10-ൽ 0 മാർക്ക് കിട്ടത്തുള്ളൂ. ഈ സമയത്ത് മമതാ ബാനർജി എവിടെ പോയി? വളരെയധികം പ്രതീക്ഷ ജനം അർപ്പിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് മമതാ ബാനർജിയെ കാണാനേ ഇല്ലല്ലോ. ഇപ്പം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ലേ ഉള്ളൂ, അദ്ദേഹത്തിന് കൂടെയുള്ള ആളുകളും. പക്ഷെ അവര് പോലും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ തണലിലാണ് നിൽക്കുന്നത് എന്നത് ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകം തിരിച്ചറിയേണ്ടതാണ്. ഇന്നത്തെ അവസ്ഥയിൽ നരേന്ദ്രമോദിയും അമിത്ഷായും പ്രാധാന്യം കൽപ്പിക്കുന്നത്, ചെവി കൊടുക്കുന്നത്, പേടിക്കുന്നത്, ബഹുമാനിക്കുന്നത് ഇന്ത്യ സഖ്യത്തെ അല്ല, കോക്രോച്ച് ജനതാ പാർട്ടിയെ ആണ്. കോക്രോച്ച് ജനതാ പാർട്ടിയെ ആണ്. അതിലൊരു വലിയ ദൂതുണ്ട്, അതിലൊരു വലിയ സത്യം മറഞ്ഞിരിപ്പുണ്ട്. മറഞ്ഞിരിക്കുകയല്ല, അതിൽ കൂടെ ഒരു വലിയ സത്യം തുറിച്ചു നോക്കുന്നുണ്ട്. അതെങ്കിലും മനസ്സിലാക്കി ഈ യുഗം ആവശ്യപ്പെടുന്ന വിധത്തിൽ അർത്ഥവത്തായ പ്രതിപക്ഷ പാർട്ടികളായി വളരുവാൻ ഈ ഇന്ത്യ സഖ്യത്തിലെ കൂട്ടുകാർക്ക്, മിടുക്കന്മാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഉത്തരാഖണ്ഡിൽ നിന്ന് ചെറുപ്പത്തിൽ രാജിവെച്ച് പോലീസുകാരനായിരുന്ന മനുഷ്യൻ രാജിവെച്ച് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ജനങ്ങളെ പീഡിപ്പിക്കുന്ന ഈ ജോലിയിൽ നിൽക്കുന്നതേക്കാൾ നല്ലത് എന്ന് ചിന്തിക്കത്തക്കവണ്ണം ആ മനുഷ്യൻ്റെ മനസ്സ് സ്പർശിക്കാൻ ഏത് മുന്നേറ്റത്തിനാണോ കഴിഞ്ഞത് അതാണ് പ്രതിപക്ഷം. കോക്രോച്ച് ജനതാ പാർട്ടി ഒരു പാർട്ടി അല്ലെങ്കിലും ഇന്ന് ഭാരതത്തിലെ ആധികാരികമായ പ്രതിപക്ഷം ഇന്ത്യ സഖ്യമല്ല, കോക്രോച്ച് ജനതാ പാർട്ടിയാണ്. ജയ് ഹിന്ദ്. 3 cheers to കോക്രോച്ച് ജനതാ പാർട്ടി. താങ്ക് യു.